Bolitas di plátano. എന്താണല്ലേ നിങ്ങൾ ചിന്തിക്കണേ? അതെ, സ്റ്റഫ്ഡ് പ്ലാന്റൈൻ, അതായത് നമ്മുടെ പഴം, നേന്ത്രപ്പഴം സ്റ്റഫ് ചെയ്ത്, അതും ചീസ് വെച്ച്. നിറച്ച കായകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ കോഴിക്കോട് പോകുമ്പോ? അതേപോലെ ചീസ് വെച്ച് സ്റ്റഫ് ചെയ്ത പ്ലാന്റൈൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന്. ഇത് ക്യൂബ, പോർച്ചുഗീസിലൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പൊ സമയം കളയേണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് 6 സ്റ്റഫ്ഡ് ബോൾസ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. 2 പഴം തിളപ്പിക്കുക, ഒരു അരമണിക്കൂർ നേരം സോഫ്റ്റ് ആവണ വരെ. ഇതേപോലെ ഇത് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഊറ്റി കളയണ്ട, 1 ഇഞ്ച് വെള്ളം പോലും പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൂടുതലും മൈദ നിങ്ങൾക്ക് ചേർക്കേണ്ടി വരും. ഒരു ബോളിലേക്ക് മാറ്റാം. നമ്മുടെ അതിൻ്റെ തൊണ്ട് അത് അങ്ങോട്ട് എടുത്ത് കളയാം ഇങ്ങനെ സോഫ്റ്റായിട്ട്. അത് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്യാം. വീണ്ടും പറയുന്നത് വെള്ളം പാടില്ല, വെള്ളം ഉണ്ടെങ്കിൽ അത് കളയണം കേട്ടോ. അത് കഴിഞ്ഞൊരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാതെ ഇതേപോലെയാവും. അത് കഴിഞ്ഞാൽ നമുക്കൊരു 6 ബോൾ ഉണ്ടാക്കാം. അങ്ങനെ ബോളാക്കി എൻ്റെ ഫ്ലാറ്റ് ഇങ്ങനെ പരത്താം. പരത്തി കഴിഞ്ഞാൽ എൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അതൊക്കെ കവർ ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു മൈദയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ബോൾ പിടിക്കും. ഇതേപോലെ ബോൾ പിടിക്കും. അങ്ങനെ എല്ലാ ബോളും നമ്മൾ റെഡിയാക്കി വയ്ക്കും. നല്ല ചൂടുള്ള ഓയിലിലേക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് തിരിച്ചു മറിച്ചാക്കിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആവട്ടെ കേട്ടോ. അതിൻ്റെ എക്സ്ട്രാ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി. ഇതേപോലെ ഇരിക്കും, അതിൻ്റെ ഉള്ളിൽ ഇരിക്കും. നോക്കി, ആ ചൂടോടുകൂടി തിന്നണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ചീസൊക്കെ ഇതിങ്ങനെ വലിയ. അപ്പൊ നമ്മുടെ ചീസ് സ്റ്റഫ് ചെയ്ത പഴം, നമ്മുടെ കോഴിക്കോടൊക്കെ നിറച്ച പഴങ്ങളുണ്ട്, അതേപോലെ ഒരു നിറച്ച പഴം പക്ഷെ ചീസാന്നുള്ളൂ. ഇനി അത് ആസ്വദിച്ചു നിന്നേക്കണം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ. ഓക്കെ, ബൈ. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.